അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബഗൈസ്, നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇന്നാണ് നമ്മൾ യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് നല്ലൊരു ഫോണൊക്കെ കിട്ടട്ടെ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനും. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്തൊരു ഫോണൊക്കെ മേടിച്ച് ഇപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നല്ല ക്ലിയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ എടുത്തുകൊണ്ട ഫോണാണ് നമ്മൾ വിവോ X200 Pro ആണ്. അത്യാവശ്യം നല്ല 200 സൂമിങ്ങും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു ഫോണാണ്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടവർക്ക് അറിയാം അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മൾ വർക്ക് സൈറ്റിലാണ്, നമ്മൾ കൊയിലാണ്ടിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കേണ്ട റൂമാട്ടോ. അപ്പോൾ നമ്മളെ ബായിയൊക്കെ ഇവിടെ ഉണ്ട്. ബായിയൊക്കെ എന്താ പറയണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ. ബായിക്ക് കുറച്ചൊക്കെ തോടാൻ മലയാളം അറിയാം. മറ്റേ നമ്മളിതുപോലെ തന്നെയാണ്, നമുക്കും കുറച്ച് ഹിന്ദി അറിയുള്ളൂ, കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലീവാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഭയ്യ അന്ന് ഫുള്ള് ബാരിശല്ലേ. ഇന്ന് 4 ഡേയ്സ് ബാരിശായതുകൊണ്ട് ചെക്കന്മാർ ചുട്ടിയാണ്. പിന്നെ ഇപ്പം നമുക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ വർക്കാണ്. കാരണം നമ്മളിവിടുത്തെ ഹൗസ് കണക്ഷൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു, പ്ലംബിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഇടാനാണ്. അപ്പോൾ അതിനുള്ള സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് 3-4 ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടുന്ന് സാധനം എടുക്കല്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്താണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ 2 ആഴ്ചത്തെ വർക്ക് ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറെ പഞ്ചായത്തേക്കൊക്കെ അടുത്ത വർക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് തീർത്താലേ നമുക്ക് ഒരു റാഹത്ത് കിട്ടുള്ളൂ അറിയാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് നല്ല കാണാനുള്ള ഒരുപാട് നല്ല ടൂറിസ്റ്റ് നല്ല പ്ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിവിടെ കടലും അതുപോലെ കായലും തമ്മിൽ ബന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി പോവാം. അപ്പോൾ അല്ല ഭായി, മച്ചിലി പക്കടോ. അതെ. അപ്പോൾ നമ്മൾ ഒഡീഷ ആദ്മികളാട്ടത്, ബീഹാറല്ല. നമ്മളിപ്പം ബീഹാർ ആദ്മിയായിരുന്നു. അപ്പോൾ ഒഡീഷ ആദ്മി ആദ്മി ഹേ. നമ്മളെ 10-12 ആൾക്കാരുണ്ട് നമ്മളെ റൂമിൽ. പിന്നെ ഞാനും നമ്മളെ റൂമും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും കമ്പനിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ നാട്ടിൽ മാത്രം കമ്പനിക്കാരായാൽ പോലെ നമുക്ക് പുറത്തൊക്കെ ഇപ്പം നമ്മൾ കൊയിലാണ്ടി ഇപ്പോൾ ഏകദേശം 1 വർഷം ഇവിടെ വർക്ക് എടുക്കണം. പിന്നെ ഇതിന് മുന്നേ നമ്മൾ രാമനാട്ടുകര, അതുപോലെ തന്നെ എടപ്പാൾ, പിന്നെ നമ്മൾ എറണാകുളം, തൃശ്ശൂർ, ഇവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പരിചയക്കാരാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് കമ്പനിക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ള ഒരു കമ്പനിക്കാരുണ്ടോ, അവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കായലില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂണ്ടിടാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ അവങ്ങനെ വിളിക്കുന്നുണ്ട് പൊരി. അപ്പോൾ അവിടെ ചൂണ്ടിട്ട നല്ല കരിമീൻ, അതുപോലെ കട്ട്ല, പിന്നെ സാധാരണ നമ്മളെ പലയിടത്തും പല പേരിലാണ് മീനുകൾ അറിയപ്പെടുമല്ലോ. നമ്മളവിടെ സിലോപ്പി, ഇവിടെ എന്താ പിലോപ്പി അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാം. അങ്ങനെ പിന്നെ നമ്മളവിടെ കണ്ണൻ മീൻ ഇറങ്ങാണ്ട് അങ്ങനെയൊക്കെ ഒരു മീനുണ്ട്. ഇവിടെ എന്തോ ബ്ലാല്, പലയിടത്തും പല പേരുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ മീനെ പിടിക്കാൻ പോകണം, നമ്മൾ ബായാളെ വെച്ചിട്ട്. അപ്പോൾ ബായാൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് മീനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുറച്ച് ഇന്ത്യക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ പുറത്തൊക്കെ കഴിക്കണേ, ഒന്നിങ്ങനെ പുറത്തൊക്കെ ഒന്ന് ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു വീടാണ് ഇവിടെ വാടകയ്ക്കാണ്. പിന്നെ ഞാൻ വേറെ റൂമിലായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നാമത് വാടക ഇവിടെ കൂടുതലായതുകൊണ്ടേ ഒരു വീടിന് 10,000 റുപ്യ മാസം വാടക കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചിലപ്പോൾ കുറച്ച് ദിവസം ഇവിടുത്തെ വർക്കുള്ളൂ. അപ്പം നമുക്ക് വേറെ സെപ്പറേറ്റ് റൂമുണ്ട്. പിന്നെ വേറെ 3-4 റൂം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ റൂമിലൊക്കെ നമ്മൾ ഇന്ത്യക്കാർ നിൽക്കും. പിന്നെ ഇന്ത്യക്കാരെ കൂടെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മടിയും കാര്യങ്ങളൊക്കെ ഉള്ള കേസുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒഡീഷക്കാർ, ഈ ഇന്ത്യക്കാരത്തിൽ ഏറ്റവും നല്ല കൂടുതൽ വൃത്തിയും കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒഡീഷക്കാർക്കാണ്. നല്ല വൃത്തി, നമ്മളെപ്പോലെ തന്നെ നല്ല വൃത്തിയും. പിന്നെ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ നല്ല, ഇപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. നല്ല ചിക്കൻ കറി ആയാലും, പിന്നെ ഇവർക്ക് കാരണം പരിപ്പ്, കിഴങ്ങ്, ജാതി ഐറ്റംസുകൾ ഇട്ടിട്ടൊക്കെ കാര്യമായിട്ട് കറി. ഉരുളൻ കിഴങ്ങ് ഇല്ലാത്തൊരു കറി ഉണ്ടാവില്ല. അതുപോലെ പരിപ്പ്, പയർ, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പക്ഷെ അടിപൊളിയായിട്ട് നമ്മളവരെ ഒഡീഷക്കാരത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കണമെങ്കാട്ടി നല്ലത് നമ്മൾ നല്ല സാധാ ചോറും നല്ല കിഴങ്ങും പയറും ഇതൊക്കെ ഇട്ട് കാണ്ടുള്ള കറി കഴിക്കേണ്ടതാണല്ലോ നല്ലത്. ഇവർ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് എന്നിട്ട് നല്ല ക്ലീനാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് അത് കുക്ക് ചെയ്യലും. അപ്പം അങ്ങനത്തെ നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു മടിയില്ല, നമ്മളതിനെക്കാട്ടി വൃത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ഗൈസ് നമ്മൾ നേരെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മളെ ശുഭം ഭായ്. ഇവരെ ഭായിമാരുടെ ഒരു മെയിൻ ആളാണ് ഭായ്. ഭായ് നാം ക്യാ ബോലോ, പറയൂ. വീഡിയോ ശുഭം. ഞാൻ പറഞ്ഞല്ലോ, എന്നാലും ഒന്ന് ആളെ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ആളിവിടെ എത്തിയിട്ട് ഏകദേശം 4-5 മാസമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഭായിനെ പരിചയപ്പെട്ടില്ല. അതാണ് ഭാസ്കർ എന്ന് പറഞ്ഞ ഭായി. ഓൻ ഏകദേശം 2-3 വർഷമായി നമ്മളെ കയ്യിൽ. ഇയാൾ ഒരു 4-5 മാസമായിട്ടുള്ളൂ. പക്ഷേ ആൾ സെറ്റാണ്, പൊളിയാണ്. ആൾ നമ്മളെ വണ്ടിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ്. ആൾ മാത്രമല്ല 3-4 ആൾക്കാർ വണ്ടിയൊക്കെ ഓടിക്കും. ഇവർക്ക് AV ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്.
പിന്നെ പറഞ്ഞാൽ ഒരു പവർ ആത്മിയാണ് മൂപ്പർക്ക്. ഭാസ്കർ നമുക്ക് പോവല്ലേ ജായക? ഇവരെ നാട്ടിൽ ഇവര് നല്ല മച്ചയൊക്കെ പിടിച്ചിട്ട് നല്ല പരിചയം ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇവരെ കൊണ്ടുപോയിട്ട് എന്താപ്പോ എങ്ങനെ ഉണ്ട് ഇവരെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു വ്യത്യസ്തമായ മീൻപിടുത്തേക്കാരം. വ്യത്യസ്തമായിട്ടാണ് സാധാരണ നമ്മൾ ചൂണ്ടിടേണ്ട മാതിരി അതാണ് നമ്മളിനി ചൂണ്ട ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അളിയൻ, ഭാസ്കർക്ക് അളിയനാണത്. ഭയ്യ ഹായ് ബോലോ. അളിയൻ പേരെന്തായിരുന്നു? നമ്മൾ അളിയെ വിളിക്കുമ്പോൾ നാം ക്യാ ഭായ് ബോലോ? എന്ത് ഭായ്? എന്താ സോങ്ങാ? ഹിന്ദിത്തെ പാട്ടാ? എന്തുവാണ് അവന്റെ പേര്? ഭായ് ബോലോ നാം ക്യാ? നിലമ്പ നിലമ്പൂരോ? നിലമ്പർ അങ്ങനെ എന്തോ പേരാണ്. നമ്മൾ അളിയാളി നമുക്ക് ഓരോരുത്തർക്ക് ഇവിടെ ഓരോ ടൈറ്റ് ഉണ്ട്. സുബത്തിന് നമ്മൾ സുബ വിളിക്കും, ഭാസ്കറിനെ ഭാസ്കർ, പിന്നെ അളിയൻ, പിന്നെ 4-5 ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഏതായാലും ഗൈസ് നമ്മളെ കമ്മു, നമ്മളെ മെയിൻ ആൾ നമ്മളെ കമ്മുമാണ്. കമ്മു ഹായ് ബോലോ. ഇവൻ്റെ പേര് പിന്നെ പെട്ടെന്ന് കിട്ടുന്നുള്ളൂ, കമൽ ബായ് നാട്ടോ. ഒക്കെ നമ്മളെ നല്ല ചങ്കുകളാണ്. നമ്മളെവിടെ ചെന്നാലും ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ബായാള് അതുപോലെ എല്ലാവരും നമ്മളെ ചങ്കുകളാണ്. ഗൈസ് ഇതായിട്ട് നമ്മളെ റൂം. ഇത് മഴ ആയതുകൊണ്ട് തോരട്ടിക്കാണ്. പിന്നെ നമ്മളെ ബായാൾ ഇവിടെ ഉണ്ട്, ഇതാക്കണം. ഒരു 3-4 ആൾ ഇവിടെ കിടക്കണു. ഇവിടെ നമ്മളെ ദ്വയ, പിന്നെ നമ്മളെ സാധനങ്ങളാട്ടോ മെഷീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ കിച്ചതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ജാഫർ ഭായ് കാ റൂമേ. ചാവി കിതറേ കമ്മോ, ചാവി കിതറേ. അപ്പോൾ ഗൈസ് ഇതായിട്ട് നമ്മളെ റൂം തുറക്കുകയാണ്. അപ്പോൾ നമ്മളെ റൂമാണിത്. റൂം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീടാകുമ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. കിടക്കാൻ ചെറിയൊരു കട്ടില, പിന്നെ ഒരു ടേബിള് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഡ്രസ്സും കാര്യം റൂമിൻ്റെ നമ്മളെ റൂം. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ദ്വയ ആത്മീയ. ദ്വയ ഇപ്പോൾ വന്നിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. ചെറുക്കിന് 19 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവരെ കല്യാണം കഴിഞ്ഞു. ഇവരൊക്കെ മെയിന് ഭാസ്കർ ആൻഡ് സുബം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകാം കേട്ടോ. കാരണം മഴ ആയതുകൊണ്ട്. ഞാൻ ഏതായാലും എൻ്റെ ബൈക്കുമേലാണ്. പിന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ ഉണ്ട് ഇവിടെ, അങ്ങനെ 2 വണ്ടി ഉണ്ട് ഇവിടെ. ഈ ഒരു വണ്ടിയും പാടി അടുത്ത് ഇറക്കണം നമുക്ക്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഫസ്റ്റ് പണി തുടങ്ങേണ്ടത് എൻ്റെ പഞ്ചായത്തായ കുറുവ ഗ്രാമപഞ്ചായത്തിലാണ്. അന്നാണ് അവിടെയാണ് നമ്മൾ അവിടെ ഈ ജലജീവൻ്റെ വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ ഈ മുറുക്കനാട് എന്നൊക്കെ പറയും, ഒക്കെ ജലജീവൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഏതായാലും അന്ന് നമ്മളെ നാട്ടിലെ ചെക്കന്മാർ നമ്മൾ പണിയെടുത്തില്ല. അന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൈപ്പ് കയറി പ്ലംബിങ് ചെയ്ത് പോവേന്. ഇപ്പോൾ നമ്മൾ തന്നെയാണ്, ഞാനാണിത് കരാറെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10-15 പണിക്കാരെ വെച്ച് പണിയെടുപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക്കും പ്രയാസങ്ങളൊക്കെ നമ്മൾ വർക്കിൽ സഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പോൾ ഏതൊരു പണിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. നമ്മൾ പെട്ടെന്നൊന്നും പൈസക്കാരോ അല്ലെങ്കിൽ മുതലാളിമാരൊന്നും ആവില്ല. ഏത് പണിക്കും അതിൻ്റെതായ റിസ്ക് എടുത്തിട്ട് നമ്മൾ ആ നിലയിലെത്തുള്ളൂ. ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ ചെക്കന്മാർ ഇവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ദ്വയ ബൈ പ്രഷർ നെയ്യ अच्छा है. नमस्कार जाएगा सुबह आएगा नहीं है क्या भाई? പോരി 4 ആദ്മി 5 ആദ്മി പേര് ജാസ്തി മച്ചിനെ കിട്ടിയിട്ട് ഇവിടെ കറി വെച്ച് തിന്നാങ്ങൾ ഇങ്ങോട്ട് പോരി. ഇങ്ങോട്ട് അത് ദുക്കാനെ ചൂണ്ട ദുക്കാൻക്കാർ റെഡി കരേക്കാം. അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. വണ്ടിമേലാണ്, നല്ല മഴ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കിൽ നമ്മളെ വണ്ടി ഉണ്ട്. നമ്മളെ ഭായിയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ ബാക്കിലുണ്ട്. റോഡിൽ ഫുള്ള് വെള്ളമാണ് ഗായ്സ്. ഇത് റോഡല്ല, തോടാണ്. തോട് ഞങ്ങൾ തോട് പോലെ റോഡ് ഒഴുകുകയാണ് വെള്ളം. ഇതൊക്കെ നമ്മളെ സ്വന്തം നാട് പോലെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഒന്നും നമ്മൾ അറിയാത്ത പോലെ ഇല്ല. നമ്മളൊരു സൈറ്റിൽ വർക്കിന് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് പരിചയക്കാരാണ്. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. അപ്പോൾ ഗായ്സ് ഇതായിട്ട് നമ്മളെ ഗ്രൗണ്ട് യാർഡ്, നമ്മൾ പൈപ്പും സാധനങ്ങളും നമ്മൾ JCB ആണ് കണ്ട്. ഇതാണ് നമ്മളെ മുച്ചുകുന്ന് മെയിൻ അങ്ങാടി. എന്താണ് ഈ ചെറുക്കന്മാർ? അപ്പോൾ ഗൈസ് നമ്മളെ ബയാളിങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. കുറേ നേരെ അവിടെ വണ്ടി നിർത്തിക്കാണ്ട് ഇങ്ങനെ നിൽക്കണേ. വേം ബായ് ബായ്. അവിടെ ആൾക്കാർ ചൂണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. ജാസ്തി ആത്മീയുണ്ട് അവിടെ. മച്ചി നെയ്യേ വേണ്ട. ഇന്ന് മച്ചി കിട്ടിയിരുന്ന് രാത്രി മച്ചി കറി അല്ലേ ബസു? അപ്പോൾ ഗൈസ് നമ്മളെ മൊബൈലിൻ്റെ പവറൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ക്യാമറ 200 കിട്ടൂല. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കണു. ഫോട്ടോസിന് നല്ല 200 സൂമിങ് ആണ്. ക്യാബായി ഫോട്ടോ എൻ്റെ തളിച്ചേക്കണം അറിയാണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ശ്രീകുട്ടൻ്റെ വീട്. ശ്രീകുട്ടൻ്റെ വീട്ടിലേക്ക് ശ്രീകുട്ടൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളെ കനാലുള്ളത്. ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇരുന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ. നല്ല അടിപൊളി വീടാട്ടോ.
ഇനിയിപ്പോൾ വീടൊക്കെ പൊളിച്ച് ചെറുക്കാൻ പുതിയൊരു വീട് കയറ്റാനുള്ള പരിപാടിയാണ്. ഈ സ്ഥലം മുഴുവനും ഓല സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അത് കാണുന്നത് കോറി കേട്ടോ, വെട്ടലാണ്, വെള്ളമൊന്നുമില്ല അതിൽ. അപ്പോൾ പയ്യാ ഏക ബാക്ക് സൈഡ് ശ്രീകുട്ടൻ ചൂണ്ട റെഡി ആക്കണം. ചൂണ്ടക്ക് വടി വേണ്ട, വടി ഞാൻ ഇന്നലെ മുട്ടമ്മ കുളത്തെ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെ ഇതാകൂടെ നമ്മളെ കണക്ഷൻ പൈപ്പ്. ശ്രീകുട്ടാ ഇതെവിടെ ബാക്കിലാ? അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പ്ലംബിങ് സെറ്റപ്പ്. എടാ വീഡിയോ കേട്ടോ, ചെറിയൊരു വീഡിയോ. എന്നെ പ്രത്യേകം പെടുത്തുന്നുണ്ട്, ഈ സ്ഥലത്തിൻ്റെ ഉടമച്ചാണ് കാരണം. നമ്മളെ കോൺക്രീറ്റ് എങ്ങനെ അതന്നെ ഞാൻ പറഞ്ഞതേ. ഞാൻ ശ്രീകുട്ടനോട് പറയാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അറിയാം, അപ്പോൾ ഒന്ന് ലുക്കിൽ നിന്നും അറിയാം. ചെറുക്കം ഇവിടെ കൊത്തട്ടോ. ബായ് ഭാസ്കര വരി, ഭാസ്കര ആ പാട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്താലേ. അല്ല നമ്മൾ അതിലെ ചൂണ്ടിടാൻ പോണ്ട് ശ്രീകുട്ട തന്നെ. അപ്പോൾ ഗൈസ് കണ്ടങ്ങൾ നല്ല പ്രകൃതി മനോഹരമായ സുന്ദരമായ ഒരു പ്രദേശമാണിത്. ഇതാണ് നമ്മളെ മുജുകുൻ. നമ്മളെ ഇതൊക്കെ നമ്മളെ ശ്രീകുട്ടൻ്റെ ഏറ്റവും സ്ഥലം കേട്ടോ. അപ്പം വലിയ മുതലാളി ഇവിടുത്തെ പണ്ടത്തെ ജന്മേനു. പണ്ടത്തെ പറഞ്ഞ അച്ഛൻ തലമുറകളെ പൈസക്കാരേനു പറയാം. നല്ല ഉറപ്പുള്ള വടിയായിക്കോട്ടെ, ഇതൊക്കെ നല്ല കനുള്ള സാധനത്തിന് കിട്ടൂലേ, അടി പൊട്ടിപ്പോരുതിട്ടോ. അല്ല നമ്മൾ വേറെ പോലെയൊക്കെ വേണോ? എന്തൊക്കെ വേണോ തൊള്ളയിൽ മുറുക്കാനോ? കമ്മോ എക്സ്പീരിയൻസ് പറയൂ, എന്താ പറയാനുള്ളത്? പ്ലേസ് അച്ഛാ ഹേ? അച്ഛാ കോട്ട ഇന്നലെ 400 റുപ്യ എടുത്ത് മേടിച്ചു. പിന്നെ പുതിയൊരു റെയിൻ കോട്ടും എനിക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ. അടിപൊളി സ്ഥലം കേട്ടോ ഇതൊക്കെ. ഈ കാട് താണ്ടിയിട്ട് യാത്ര ചെയ്ത് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എന്താ കുളിച്ചാനോ അല്ല മീൻ പിടിച്ചാനോ അല്ലേ? അങ്ങോട്ടാ റൈറ്റാ ലെഫ്റ്റാ? ഗൈസ് ഇവിടെ കുറേ കണ്ടൽ കാടുകളുണ്ട് കണ്ടങ്ങൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് അടിയിൽ. നല്ല അടിപൊളി പ്ലേസ്. നമ്മളെ വേണു വരുന്നുണ്ട്. വേണു നമ്മളെ പുഴയര മണ്ണിരേറ്റ് വരുന്നുണ്ട്. അല്ലടാ ശ്രീകുട്ടൻ പുഴരേറ്റ് മാത്രമേ ഇര പിടിക്കുള്ളൂ. മറ്റേ നമ്മൾ ഇന്നാൾ മൈദ കെട്ടി കൂറമ്മ കിട്ടും. കൂറനെ ചൂണ്ടമ്മ കൊളുത്തിയിടേ. പിന്നെ നമ്മൾ ഇന്നാൾ കൊഞ്ചിനൊക്കെ ചെറിയ കൊഞ്ചിനെ കൊളുത്തിയിട്ടില്ലേ. ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും. നല്ല വേനലും നല്ല വെള്ളക്കാരം. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ മഴക്കാലത്ത് മാത്രം തൊടി കയറിയ വെള്ളമല്ല കേട്ടോ. ഇവിടെ വേനൽക്കാലത്ത് നല്ല നമ്മൾ കുളം പോലെ ഇങ്ങനെ ഒരു കായൽ പോലെ ഇങ്ങനെ കിടക്കും ഇവിടെ വെള്ളം അല്ലേ. ക്ലാസ് ഫോണൊക്കെ വെക്ക മച്ചി പക്കടോ മീൻ പിടിച്ചാൽ മതിയാണ് പെണ്ണുങ്ങൾക്ക് വിളിച്ച് ചേർക്കാൻ പോലുള്ള സെറ്റപ്പിലായിട്ടാണ് ലജേ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശ്രീകുട്ട പറയൂ, നമ്മളെ എന്ത് പറയും ചെറുക്കപ്പോൾ നമ്മളെ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വർക്കൊക്കെ ഏകദേശം കുറവായതുകൊണ്ടേ ഇനിയിപ്പോൾ നമ്മൾ പുതിയ സൈറ്റിൽ ഇൻഷാ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇന്ത്യ. അപ്പോൾ ചെക്കൻ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയല്ല, ഗൾഫിക്ക് അല്ലേ. മോൻ എന്തിനാ ഗൾഫിക്ക് പോകേണ്ടത്? മോന് ഈ തൊടിയൊക്കെ ഓനക്ക് കഥ. ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട് അവിടെ, സുഖമായിട്ട് ജീവിക്കാം. വേണോ ക്യാ പോലേക്കാ? വാട്ടർ പ്രൂഫ് പാനി. ഇത് ആ വെള്ളത്തിൽ കിട്ടാലും മൊബൈലിനൊന്നും പറ്റില്ല. വിവോ X200 Pro ഒരു ഹൈ റേഞ്ച് മൊബൈലാണത്. വാട്ടർ പ്രൂഫ് കാരണം കണ്ടിഞ്ഞ് മേടിച്ച് കണ്ട് വെള്ളത്തിൽ കിടാൻ നോക്കല്ലേ. കമ്മോ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4-5 കുളത്ത് പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ശ്രീകുട്ടൻ്റെ ചൂണ്ട. ഇതിമലാണ് ഭാസ്കര. ഇതിമ പിടിച്ചോ? ഇതിമ നല്ല ഭാഗ്യം ഉണ്ടാവും. കാരണം നമ്മളെ ശ്രീകുട്ട ഒരു വിധം നല്ല മീൻപിടുത്തക്കാരനാണ്. അപ്പോൾ ഓൻ്റെ ചൂണ്ടമ്മ ഇട്ടാൽ ചിലപ്പോൾ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കതിൽ പോവാം. തന്നെ നോക്കണം, ഒന്ന് ട്രൈ ചെയ്യാം, രസമാണ്. ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ഗൈസ് അവിടെ ഒരു ചെറിയ തോണി ഉണ്ട്. അപ്പോൾ തോണിയിലുള്ള മീൻപിടുത്തത്തിന് നമ്മൾ ആ തൊയിൻ്റെ സാധനം ഉണ്ടോ നോക്കട്ടെ. ശ്രീകുട്ട ഒക്കെ എൻ്റെ അയൽവാസികളല്ലേ, ഒന്നും സീനില്ല. നമുക്കങ്ങോട്ടേ പോയി നോക്കാം. ഭാസ്കര നോക്കിട്ടാ പിടിച്ചു നോക്കി, സാധനം കിട്ടുന്നുണ്ടോക്കി. വല്ലാത്തൊരു വൈബ് തന്നെ. ഈ ചട്ടി എന്താ കള്ളെടുക്കേണ്ട ചട്ടിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ തെങ്ങുമെന്ന് കള്ളൊക്കെ ചെത്തിയെടുക്കുമല്ലോ, ആ ചട്ടിയാണത്.
സംഗതി വൈബാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു തോണിയുണ്ട്, ആ തോണിൻ്റെ അടുത്തേക്ക് പോവാണ്. തോണിയിൽ മറ്റേതൊക്കെ ഉണ്ടോ, പങ്കായോ എന്താ പറയാ? ആ അവിടെ കൗക്കോലോ തൊയ്യുന്ന സാധനം. ഏതാ അതൊക്കെ വൈബ് തന്നെ കേട്ടോ സംഗതി. ഇതിലൊക്കെ മീൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. തന്നെ അത്യാവശ്യം വലുതൊക്കെ ഉണ്ടാവോ? കരിമീനെ കിട്ടും ഇവിടെ? കരിമീൻ ഉണ്ടാവില്ല ഇതിൽ? കരിമീൻ ഈ ഭാഗത്തേക്ക് ഇല്ല അല്ലേ? ഞാൻ എന്ന വീഡിയോയിൽ കരിമീനൊക്കെ കിട്ടുന്നതാണോ? അപ്പോൾ ഗൈസ് അല്ല ഇതില്ലല്ലോ, പങ്കായ ഇല്ലല്ലോ. ഓ ഇതിപ്പോൾ ഓട്ട മറ്റേ മഴ ചെയ്തിട്ടുള്ള വെള്ളം. രസമാണല്ലേ ഇതായിട്ട് ഇങ്ങനെ പോവാൻ. ഇങ്ങനെ അങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരാം. ഇനി കയറിയുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇതാവുകയാരം. ആശയൊക്കെ കയറിയ മൊത്തം അടിക്കണം പോവുകയാരം. ആശ 90 കിലോ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഇതിൻ്റെ തൊയ്യുന്ന പങ്കായൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തത്തിലൊരു റൗണ്ട് അടിച്ച് ഇങ്ങനെ പോന്നീനു. കാരണം അതൊരു വൈബ് വേറെയാണ്. കണ്ട നിങ്ങൾ ഈ തെങ്ങും തോട്ടങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഈ തോണിയിട്ട് പോകാറുണ്ടാലേ അത് വേറെ രസം അല്ലേ? ഇത് കുറേ വട്ടം പോയിട്ടുണ്ടാവും ഇങ്ങനെ ഇഷ്ടം പോലെ. ഭയ്യാ കമോ एक आदमी इधर आएगा. ചെറുക്കന്മാർ അവിടെ ഇരുന്ന് ഇങ്ങനെ സെറ്റ് എപ്പോഴും സെറ്റിങ് കഴിഞ്ഞില്ലാവോ? സൂമിങ് എല്ലാം കിട്ടുന്നുണ്ടോ അവിടെ ശ്രീകുട്ട? ഫോൺ ജാതി അല്ലേ? അങ്ങനെ പവറാ ഭായ്. ഏക്ക് ആദ്മി ഇങ്ങോട്ട് പോരാ. ഏക് ദോ ഇവിടെ ഇട്ടാലും കിട്ടലുണ്ടല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മളിപ്പോൾ ഈ തോണി കൊണ്ട് ഇപ്പോൾ മീൻ പിടിച്ചാൽ മാത്രമല്ല, ഈ തൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഈ തോണിക്കാരൻ്റെ ആണെന്നാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യും, ഈ ചാടുന്ന തേങ്ങ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പെറുക്കി കൊണ്ടുവരാനുമാണ് ഈ തോണിയിൽ. കാരണം വെള്ളത്തേക്ക് ചാടും, ചിലത് നല്ല വെള്ളമൊക്കെയാണ് ഒലിച്ചു പോകും അല്ലേ ചേട്ടാ? പിന്നെ അതേമാതിരി ഒലിച്ച് വരുന്ന വേറെ തേങ്ങകളൊക്കെ ഉണ്ടാവുമല്ലോ, അതും കിട്ടും. പക്ഷെ ഇവിടെ ഒക്കെ ഉണ്ടടാ ഹംസേ. बोट में जाएगा मुश्किल नहीं है, पूरा पानी है. അതിൻ്റെ ഓണർ കണ്ടാൽ എന്നെ പനിയാക്കും അയാൾ. കേട്ടോക്കെ ഭാസ്കർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കണം. എല്ലാ സൗണ്ട് ഉണ്ടാക്കിയാൽ കിട്ടൂല അല്ലേ? കൊത്തിൻ്റെ അറിയില്ലല്ലോ. ഒഴുക്കാടാ എവിടെ ഇപ്പോൾ ഇത്? ധർമാക്കോളം ഉണ്ടായിരുന്നു. ഇതിപ്പം മീൻ കിട്ടിയില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. എന്താ ചിരട്ടല്ലേ ശ്രീകുട്ടാ? മീൻ കിട്ടിയില്ലെങ്കിലേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റൂല കേട്ടോ. ഈ കേൾക്കുണ്ടോ? മീൻ കിട്ടിയില്ലെങ്കിലേ അതെ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ വലിയൊരു കുടയൊക്കെ എടുത്തുക്കണം. ആയക ദൊയ പെണ്ണുങ്ങൾക്ക് വിളിച്ച് ഇങ്ങനെ വരിക. ബൈ ബിബിക്ക വീഡിയോ കോൾ ചെയ്യടാ. നമ്മളെ കേരള പ്രകൃതികൾ കാണിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറയാം, എന്നാലല്ലേ നമുക്കും കാണാൻ പറ്റുള്ളൂ അല്ലേ ശ്രീകുട്ടാ? ഓരോ പെണ്ണുങ്ങൾ വീഡിയോ കോൾ ചെയ്താലല്ലേ നമുക്കും കാണാൻ പറ്റും. ഏതായാലും മഴ വലിയ സ്ട്രോങ് ഒന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. മീനെ കിട്ടുമോ നോക്കാം നമുക്ക്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും നമ്മൾ ശ്രീകുട്ടനെ കൊണ്ട് പിടിപ്പിക്കും. ശ്രീകുട്ടൻ ഹെവി പിടുത്തക്കാരൻ. ഫോട്ടോ ഉണ്ടോ? ഇപ്പോൾ ഗൈസ് ഇവിടെ ചൂണ്ടട്ട കട്ടിലനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നോക്കാം നമുക്ക്. വലിച്ചോട്ടോ, കുളത്തിയാ വലിച്ചോ, കണ്ണും മോറൊക്കെ പോണേക്കോ. അതാണ് ഇപ്പോൾ ഒരു പേടി. ഇതാ മൂട്ടക്ക് പോകണ്ട, ആണ് പൊന്തിച്ചുമ്പോൾ കുളത്ത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കുളത്തു. പിന്നെ അടുത്ത നേരം മൂക്കേ കാരം. ഇവിടെ ഫോട്ടോ ഇവിടെ ശ്രീകുട്ട ഇവിടുന്ന് കിട്ടി. എന്താ പാട്ടോ? ഇതാണ് കട്ടില അല്ലേ? പാടാ ഇങ്ങനെയും മീനെ കിട്ടിയാൽ അറിയാലോ. ഇതിന് കട്ടില, നമ്മളവിടെ ഇതിന് ഫിലോപ്പിന്നോ അങ്ങനെ എന്തോ പറയാം. ഇവിടെ അത്യാവശ്യം വലിപ്പല്ലേ? കമലും ടീമും ഇപ്പോൾ ഇവിടെ. അവിടെ ഇപ്പോഴും കുളത്തിട്ട് കഴിഞ്ഞിട്ടില്ല. ബായ് റെഡിയാ? സൂമിങ് ഒക്കെ ശ്രീകുട്ടാ.
അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് ഏകദേശം ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 മിനിറ്റായി. മീൻ കിട്ടണില്ല എന്നാണ് ഭാസ്കർ പറയുന്നത്. ഭാസ്കറിന് ആകെ ചടക്കണുണ്ട്. ബായ് ഇങ്ങനെ തന്നെയാണ് ഓരോ പണികളും ഓരോ ഇതും. നമ്മൾ കഷ്ടപ്പാട് കുറേ ഉണ്ടാവും. പിന്നെ നമുക്ക് ഞാൻ കരുതിന്ന മീനെ കരുതി എന്താ ബായ് ഞാൻ ആ കുളത്തുമെന്നാലേ ഏലയാണല്ലേ. ഏയ് ഇവിടെയല്ല ദുസ്സരൊക്കെ ഉണ്ട് ഭയ. ക്ഷമ വേണം ഭാസ്കരെ. പെട്ടെന്നാണ്ടിട്ട വലിയ ഇതൊന്നും കിട്ടൂല ഇതിന്. ആദ്യം ചെറുത് പിന്നെ വലുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ പ്ലേസിൽ മീനില്ല. കമോ ഇതര മച്ചി നെയ്യ മച്ചി ദുസ്ര സൈറ്റ് ജായക 4-5 വടിയേറ്റൊക്കെ വന്നിക്കണോ നമ്മൾ മീൻ. ബൈ ഇത് നോക്കാം, കുളത്ത് നോക്കാം. നമ്മൾ കുളത്തിൽ പൊട്ട് നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ വന്നാൽ എന്താ അറിയോ, പ്രതീക്ഷയിൽ വന്നാൽ നമുക്ക് കിട്ടൽ കുറവേക്കാരം. നമ്മൾ പ്രതീക്ഷ ഒന്നുമില്ല, ആണെങ്കിൽ കിട്ടിയാൽ മതി ആ ഒരു മൈൻഡിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ശ്രീകുട്ട അവിടെയൊക്കെ തേങ്ങ താട്ടോ, അനക്ക് വേണ്ടെങ്കിൽ ഞാൻ ചാക്കിലിട്ട് കൊണ്ടുപോകും. തേങ്ങ ഇതൊക്കെ എടുത്തോ. തേങ്ങക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വില. പൈസ ഇല്ലാത്ത നേരത്തെ പൊളിച്ച് വെക്കുക. അസോ എന്ത് പറയണു? മച്ചി നെയ്യ മച്ചി നെയ്യാന്ന് ഫസ്റ്റ് ടൈം തന്നെ ഇട്ടാ വലിയ സ്രാവൊന്നും കൊത്തൂല. അതിൽ സ്രാവ് ഇവിടെ ഉണ്ട് എന്നല്ലട്ടോ പറയുന്നുണ്ട്. ഇജ് ഫസ്റ്റ് ടൈം തന്നെ ഇട്ടാലേ കട്ടിലൊന്നും കഴിയുമ്പോൾ കൊത്തൂല. ടൈം എടുക്കും. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ കട്ടില എന്ന് പറയുന്ന മീൻ പലയിടത്തും പല പേരാണ് അറിയാം. അപ്പോൾ ആ മീൻ കിട്ടേണ്ട ഒരു പ്ലേസാണത്. അത് ചെറുക്കതാക്കണോ, അത് തേങ്ങൊക്കെ മേലൊക്കെ കയറ്റിയിടണം. നമ്മളെ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ചെറുക്ക അതിൻ്റെ ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ പോയതാണ്. അപ്പോൾ അവനെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അതിനുണ്ടായിരുന്നു അല്ലേ? അല്ല ഇനി എനിക്ക് സമയം ഇതായില്ലേ? ഇനിയിപ്പോൾ എനിക്ക് മിലിറ്ററിൻ്റെ ഇതിൽ പോകാൻ പറ്റൂലല്ലോ. മിലിറ്ററിൻ്റെ ഇതിലേ മീറ്റർ അല്ലേ മിലിറ്ററി ആർമീൻ്റെ ആ ടൈം കഴിഞ്ഞില്ലേ? ചെറുക്കതിൻ്റെ കറക്റ്റ് ആ ടൈമിൽ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തോ ചെറിയൊരു പ്രശ്നത്തിലല്ലേ പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ഇതായതാ. ജായക കമ്മ ജായക ദുസ്ര. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ സ്ഥലം ഇങ്ങനെ മാറ്റിയിട്ടുകൊണ്ടിരിക്കണ നേരം. ഇവിടെ ഒക്കെ ഉണ്ടാവില്ലേ സാധനം ഉണ്ടാവുമല്ലേ? സാധനം ഉണ്ടാവും എന്നൊക്കെ ഇതാ പറയണത്. ഇതൊന്നും കൊടുക്കണില്ല. ഓന് ആ വടി പോരാ. അതെന്താ വെച്ചാൽ വടി വലിയ മീൻ കനുള്ള മീനൊക്കെ കിട്ടുമ്പോൾ പൊട്ട് വെച്ചിട്ടേ. എന്താ കമ്മുവിൻ്റെ ഉദ്ദേശം എന്താണ് കമ്മോ? ഇറമ്പം കെട്ടുള്ള പരിപാടിയാണ്. അത് ആ തല എന്തായാലും പൊട്ടിപ്പോവും അല്ലേ? ഈ സാധനം എനിക്ക് അറിയില്ല എന്ന് അറിയേണ്ട ശ്രീകുട്ട. അത് നമ്മളവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നു. നമ്മൾ ഈ തെച്ചിപ്പൂവിൻ്റെ ഉണ്ടോ, ഈ പൂവിൻ്റെ ഒപ്പമുള്ള സാധനം നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എന്നെ തന്നെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയും നമ്മളിന്ന് മീൻ പിടിക്കും ആ വാശിയിലാണ് ഭാസ്കർ കൊണ്ടിരുന്നത്. ഇന്ന് അവർക്ക് രാത്രി കറി വെക്കാൻ മച്ചിലില്ലാതെ തന്നെ ഒരു ചോറ് ഇറങ്ങൂല എന്നാണ് പറയുന്നത്. ചോറ് കഴിക്കൂല എന്ന്. അല്ലോ ശ്രീകുട്ട നമ്മളാ റോഡാണത്. എന്താടാ അത് ഇങ്ങനെ കഴിക്കണോ? നല്ലൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ നമ്മളെ റോഡാണ്. നമ്മളിവിടെയൊക്കെ വർക്ക് ചെയ്ത റോഡുകളാണ്. ആ റോഡിൻ്റെ സെൻറ്റർ ഫുള്ള് വെള്ളം. ഇവിടെ ഒരു തോണി വിലങ്ങനെ ഇട്ടുകൊണ്ടല്ലോ. അവിടെ 2 ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ആ മീൻ പിടിച്ചല്ലേ അന്തേ കച്ചറ നീക്കേ. അതായത് പെണ്ണുങ്ങളെ ഉണ്ടല്ലേ പെണ്ണ ഇവിടൊക്കെ ഇട്ട വയ്യാക്കി കിതറാണ്. അല്ല ശ്രീകുട്ട ഇവിടൊക്കെ ഉണ്ടാവുമോ മീന്? കുറെ കച്ചറകൾ മാത്രം ഉണ്ട് ഇവിടെ. ശ്രീകുട്ട ഉണ്ടാവൂലേ? ഇല്ലെങ്കിൽ തന്നെ അടിക്കും മീനെ കിട്ടിയില്ലെങ്കിൽ. ഇതെന്താ ഈ വെള്ളത്തിൻ്റെ കറുപ്പ്? ഇതിൻ്റെ ഒക്കെ കയറല്ലേ ഈ തേങ്ങൻ്റെ ഒക്കെ അല്ലേ? തേങ്ങ ഇല്ല, ചേർപ്പത്ത് കുറേ ഉണ്ട്. അപ്പോൾ ഗൈസ് കണ്ടങ്ങൾ ഇവിടെ ഇങ്ങനെ മഴ ചെയ്തപ്പോൾ തന്നെ റോട്ടിൽ ഫുള്ള് വെള്ളം, വണ്ടി പോകാത്ത അവസ്ഥ. അല്ല ആശി എന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തോ? അന്ന് ഇത്ര വെള്ളം ഉണ്ട്? ഇന്നലെയും കുറച്ചുകൂടെ ഉണ്ടാവും പിന്നെ. എന്നിട്ടും ക്രോസ് ചെയ്ത് വന്നല്ലേ? അല്ല വേറെ അല്ലേ ഒന്ന് സൂക്ഷിച്ചിങ്ങനെ വന്നാലേ വണ്ടീൻ്റെ സൈലൻസിൻ്റെ ഉള്ളിൽ വെള്ളം തന്നെ.
റിസ്ക് എടുത്തിട്ടാ ചെക്കൻ വന്നപ്പോൾ നമ്മളെ മെറ്റലൊക്കെ ഇവിടെ കൊടുന്നിട്ടീന് റോഡ് പണിക്കുള്ള അതൊക്കെ വലിച്ചു ചോദിച്ചിട്ടുണ്ടാവും. ബസ് ടൈം എടുക്കും കേട്ടോ മീനെ കിട്ടാൻ. അജ്ജ് ഇത് ഇട്ടുകാണ്ട് അപ്പം തന്നെയാണ് വലിച്ചല്ലേ ഇതെങ്ങനെ. ആ അതന്നെ ഒട്ടുകാണ്ടാണ് വലിച്ച. അതിങ്ങനെ മീനാളിപ്പോൾ ഇങ്ങനെ പട്ടിണി കിടക്കല്ല ഇതില്. അവിടെ അത്രയും വെള്ളം ഉണ്ടായതുകൊണ്ട് പോലൊക്കെ വേറെ നിറഞ്ഞിട്ടുണ്ടാവും. കുറേ ജന്തുക്കളൊക്കെ തിന്നിട്ടേ. കമൽ ക്യാ ബോലേക്കാ എന്താ വായിച്ചുകൊണ്ട് അങ്ങനെ വേണ്ട ഇട്ടൂടെ എന്താ കാട്ടണു. സനം പ്യാർ ഹോത്താ ഹേ ദീവാനാ സനം. പാടോ ഭായ് ഹിന്ദി സോങ് बोलो मालूम नहीं क्या. हाँ भाई വേണോ ഏഷ് ആത്മി അച്ഛ ആത്മി. പക്ഷെ ടൈം എടുക്കും. എന്താ മീനാണത് മുഴുവല്ലേ. അപ്പോൾ ഗായ്സ് ഒരു മീൻ ചത്തെടുക്കണുണ്ടെങ്കിൽ എങ്ങനെ മീനൊക്കെ ഇതിമ കൊത്തുക. ഇഷ്ടം പോലെ തിന്നാൽ അതിൽ തന്നെ ഉണ്ട്. അത് കടുവാണേ. ഓ അത്ര വലിപ്പമുള്ള കടുവൊക്കെ ഉണ്ടാവും ശരിക്കൂട്ടാ. കണ്ടില്ലാലോ ഇത് ഇങ്ങോട്ട് വന്നീനോ. ഇവിടുന്ന് വന്ന് തിരിച്ചു പോയതാ. ഇയാളെ കണ്ടില്ലാലോ. ഇയാളെ വീട്ടിലൊക്കെ പണിയെടുത്താണ്. ഇയാൾക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല ചേട്ടാ. പൈപ്പ് ലൈൻ ആത്മി ഏയ് പറഞ്ഞു കൊടുക്കണം. ആൾക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല. ആ എന്നാ ഉണ്ടായിരിക്കാനല്ലേ. പൈസ ഇട്ടാത്തൊരു പണിക്ക് നമ്മൾ ഇറങ്ങൂലാന്നല്ലേ വള്ളിയേ. എന്തിത്തെ പാസ് അപ്പം തന്നെ അങ്ങോട്ട് പൊന്തിച്ചു. ടൈം എടുക്കുന്നതൊക്കെ ക്ഷമ വേണം പാസ് ഇതിനൊക്കെ. അന്ന് ഒന്ന് ശ്രീകുട്ടിനെ കൊടുക്കും. ഇപ്പം മീനെ കിട്ടുന്നുണ്ടോ കാണിച്ചു തരും എനിക്ക്. ഇതിങ്ങനെ ഇടുമ്പോ തന്നെ അങ്ങനെ കൊത്താനേ പുയരമ്മ തന്നെ കിട്ടുക. മണ്ണിരമ്മത്തിന് പുയര വേണോ പോലോ മച്ചി നെയ്യേ बोलो जरा मच्छी नहीं है. टाइम എടുക്കും भैया. फर्स्ट टाइम मैंने ज़्यादा टाइम मैंने डालेगा. അപ്പോൾ थोड़ा मच्छी पकड़ो ऊपर. നമ്മളെ ഹിന്ദി ഇവർ കേട്ട് ഇവർ നമ്മൾ പുതിയൊരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളം ഹിന്ദി മിക്സിങ്. കഷ്ടപ്പാടല്ലേ പശുവളല്ലേ. ഈ പുല്ലൊക്കെ നല്ല കഴിക്കുമല്ലേ. ഈ സൈസ് സാധനമൊക്കെ നല്ല കഴിക്കുമല്ലേ പശു. ഇപ്പൊ നല്ലോണം തിന്നു അല്ലേ. വേനലിൽ തിന്നൂല. ഇത് കറുകപ്പുല്ല അല്ലേ. അല്ല കറുക്കല്ലേ. അതെ. ശ്രീകുട്ടാ തോണി പോണോ. ഏട്ടൻ്റെ തോണി ഇവിടെ ഉണ്ട് മീൻ പിടിച്ചാനേ. ഏട്ടൻ്റെ തോണി ഇവിടെ ഉണ്ടായിരുന്നു മീൻ പിടിച്ചാൻ ഇതിൽ പോണോ ചോദിച്ചാ. അപ്പോൾ ഗൈസ് നമ്മളെ റോട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കേണ്ടത്. ഞങ്ങൾ റോഡ് മൊത്തം വെള്ളമാണ്. സംഗതി വേറൊരു വൈബ്. എന്താ ചേട്ടാ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ അതൊരു ഹര. ഏയ് മൂപ്പര് കേൾക്കണില്ല ചേട്ടാ. മീൻ പിടുത്തേ ടൈം പോകേണ്ട ഒരു കാര്യമാണ്. അറിയാം മീൻ പിടുത്തം സമയം റൂമിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വെറുതെ മീൻ പിടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ടൈം പോകേണ്ട ഒരു കാര്യമാണ്. അറിയാം. അതെ അതെ കിട്ടിയാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും. അടുത്ത കിട്ടണം. കിട്ടാതാകുമ്പോഴാണ് അത് ചടക്കുക. പിന്നെ ജീവിതത്തിൽ മീൻ പിടിച്ചാൻ പോകില്ല. ഈ 4 ദിവസം കൊണ്ട് മീൻ കൂട്ടി മടുത്ത്. അപ്പം നിങ്ങൾക്ക് ഓർഡർ തന്നാൽ നിങ്ങൾ സാധനം തരും. കിട്ടിയാ വള്ളിയേ തന്നെ. ആ ഏരിയ ഒന്ന് മനസ്സിലായി തന്നെ അവിടെ പോയി പിടിച്ചാ ശ്രീകുട്ടാ. അങ്ങനെ പോയി പിടിക്കണല്ലേ. തോണി കുത്താനും ഇപ്പൊ ലൈസൻസ് എടുത്ത ആളല്ലേ ഡ്രൈവിങ്ങില്. അല്ല തോണി ഓടിക്കണില്ലേ. ഒരു ദിവസങ്ങളിത് വാടക വരികയാണെങ്കിൽ നമ്മൾ പോയി മച്ചി പിടിക്കും. എന്തേ പയ്യ ഭാസ്കരേ. എൻ്റെ വള്ളിയപ്പോൾ ഒരു അവസ്ഥ ആകെ ദയനീയമാണ്. എന്താ ഇപ്പം മീനൊക്കെ കയറിപ്പോയോ. അല്ല തോണി എടുത്തിട്ടല്ല മറ്റടുത്ത് അല്ലാണ്ട് പോയിട്ട് വെറുതെ പോകാനാ. പക്ഷെ ഇതിനോട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കൈക്കോൽ എത്തൂല. അതുണ്ട് കൈക്കോൽ ഇപ്പൊ എത്തൂല തീരെ എത്തൂല.
അത് വെച്ച് കുത്തി ഇങ്ങനെ പോവല്ലേ? അതല്ല വലുത്, അതെത്തൂല. ഭയങ്കര വലുതാണ്. ആ വലുതുമാണല്ലേ? അല്ല ശ്രീകുട്ടാ, മൂപ്പരെ തോണി തരുമോ? ഒന്ന് റൗണ്ട് അടിച്ചാ മൂപ്പര് ചോദിച്ചാലൊക്കെ തരേണ്ട ആളല്ലേ? നമ്മുടെ അവിടെ പൈപ്പ് ഇട്ട മൂപ്പര് ഭയങ്കര സപ്പോർട്ടല്ലേ? പോരെ ബൈ, ഇങ്ങോട്ട് പോര് ബൈ, ഇവിടെ ഉണ്ടാവും മീൻ. നടക്കാനാവില്ല. എന്തിയാ ചെരുപ്പ് ഊരേ? എന്തായിരുന്നു പോലെന്നോ? തോണി പിടിക്കാം. ഞാൻ കരുതിയത് മറ്റേ പ്രളയം വരുമായിരുന്നു. പോലാണ് പോയി തോണി പിടിച്ചാലാണ്. ഹെൽപ്പിങ് ആ തോണി ഹെൽപ്പിങ് വയ്യ. തോടെ സൈഡ് രണ്ടാൾ പോരാ, അതിനെ ഏറെ ആൾക്കാർ കമ്മോ മഷീനയ്യേ അയക്കാം. ഗൈസ് ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് നമ്മളെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. നമ്മളെ ഫ്രണ്ടിലൊക്കെ ഈ റോഡ് മൊത്തം വെള്ളമാണ്. ഈ പാടത്തുനിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ പോവാണ്. കണ്ട അവിടെ 2 ടീം മീൻ പിടിക്കുന്നു. നമുക്കൊന്ന് പോയോ ശ്രീകുട്ട, നല്ല കായ ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടാവുന്നാവില്ല മീനെ. ഗൈസ് അമ്മോ പറയൂ, എന്താ പറയാനുള്ളത്? മഷീനയ്യേ കശറാവേ എന്തിട്ടാ വലിയ അലാക്കിൻ്റെ വടിയൊക്കെ കൊടുന്നു പോകും. മീനില്ല, വടിയും ചൂണ്ടൊക്കെ വലിയ സെറ്റപ്പാണ്. മീൻ കുളത്തണില്ല. ഇതൊക്കെ ശ്രീകുട്ടൻ പറഞ്ഞുകൊണ്ടാണ്. ശ്രീകുട്ടൻ പറഞ്ഞാൽ നല്ല മച്ചിയാണെന്ന് പറഞ്ഞത്. പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലല്ലേ? ഒഴുക്ക് കൂടി. എന്താ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ. ഒരു ടീം അതാകണം മീൻ പിടിച്ച് വരുന്നത്. അത് മീൻ പിടിക്കല്ലേ? ഇത് പിന്നെ പ്ലാസ്റ്റിക് കിട്ടിയേട്ടാ. മീനുണ്ടോ ഇതെന്താ മറ്റേ വാഴക്കൊലൊക്കെ ഉണ്ടല്ലോ അതിന്. ഇപ്പൊ പോയ ടീം തന്നെയല്ലേ? അത് വേറെ ടീമാ? അത് 4-5 ആളുണ്ടല്ലോ. അത് വേറെ ടീമല്ലേ? അപ്പൊ ഗായ്സ് നമ്മൾ നിരാശയോടുകൂടെ മടങ്ങുകയാണ്. എന്താ വെച്ചാൽ മീനെ കിട്ടിയില്ല. മീനെ കിട്ടാത്തല്ല, മീൻ നല്ലോണം ഇതിലുണ്ട് അല്ലേ ശ്രീകുട്ട? എന്താ പറയാനുള്ളത്? ഒഴുക്ക് കൂടിപ്പോയി, അതാണ് പ്രശ്നം. ഒഴുക്ക് കൂടി നല്ല മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ സ്ട്രോങ് ഒന്നുമില്ല. പക്ഷെ എന്നാലും പല സ്ഥലങ്ങളിലും പല രീതിയിലാണല്ലോ മഴ പെയ്യുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്നായിട്ട് വന്നിട്ട് ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വലിയ സ്ട്രോങ് ഒന്നുമില്ല മഴ. വെള്ളം കുറേ വണ്ടിക്കാരവിടെ പോകാൻ പറ്റാതെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഭാസ്കര, പുറത്തുനിന്ന് 2 കിലോ അയിലേ മറ്റെന്താ വെച്ചാൽ മേടിച്ചോ? ഇപ്പം ഒന്ന് ഉച്ചക്ക് കറി കൂട്ടാച്ചിട്ട് പോകുന്നതാ. കത്തിയൊക്കെ എടുത്തുകൊണ്ട് മീനെ വെട്ടാൻ. അല്ല ശ്രീകുട്ട, രാത്രി ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? വെട്ടാൻ കിട്ടുമോ? വെട്ടലെടുക്കുമോ മീനെ? കിട്ടൂല അല്ലേ? ടാസ്ക്കാണ് പരിപാടി അല്ലേ? പക്ഷെ നമ്മളവിടെ ഒക്കെ ഉണ്ടല്ലോ, പാടത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ചൊരു മീഡിയം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വെട്ടാറും ആൾക്കാർ. ഇവിടെ ഒന്നും വെട്ടാടക്കൂല. ഇവിടെ നമ്മളെ വിട്ടു, നമ്മൾ ചാടിയ മീനാണ് നമ്മളെ വിട്ടു. അങ്ങനത്തെ കയാണ് അവിടെ. കഴം ആഴം. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ആഴത്തിന് കഴന്ന് പഠിച്ചത്. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇവിടെ മാറ്റുന്നുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ആയതുകൊണ്ട് ഇപ്പം നമ്മളെ ബായികളൊക്കെ ഇതര വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു അല്ലേ? അല്ല അത് തേങ്ങനെയാണോ അത് ചെരുപ്പത്തോ? വാസം വാണി എടുത്തോ ഉണ്ടക്കാ. ഒരു 10 തേങ്ങ ആയാൽ 500 കിട്ടി. 2 കിലോ ചിക്കൻ കായേക്കാം. ഈ തൊടിക്കാർക്ക് നാശനഷ്ടങ്ങളുണ്ടാവും. എന്തേ പോലെ തേങ്ങ അങ്ങനെ ഒലിച്ചു പോവും. തൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവന് വലിയ കിട്ടലോ കായ. നമ്മളെ റോഡെത്തി. അപ്പോൾ വാസം ഇനി എന്താ ചെയ്യാം? ഇനി റൂം ജായക വേണമെങ്കിൽ നമുക്ക് സമുദ്രം പോയിട്ട് എന്താ കാര്യം? അവിടെ എന്താ തോണി പോയി ബോട്ടിൽ പോയി വല ഇടാനുള്ള പരിപാടിയാണ്. അയ്യാ സമുദ്രമൊക്കെ എന്താ പറയുക ഇപ്പോൾ നല്ല ബാരിശാണ് വെച്ചിട്ടുണ്ടല്ലേ? ജിഷ്ണുക്ക സൈറ്റില്ലേ വീടെ? ഓൻ്റെ ബാക്ക് സൈഡിൽ അല്പം ഉണ്ടാവും അല്ലേ ശ്രീകുട്ട? അവിടെ എന്തായാലും കൊത്തും. നമ്മൾ ഇന്നാളെ മീൻ പിടിക്കാൻ പോയി എടുത്തേ.
വേണോ ക്യാ പോലേക്കാ ചാഹേ ഇന്ന് വേണുവിന് മച്ചില്ലാതെ ഭക്ഷണം കഴിക്കൂല എന്നാണ് വേണു പറയുന്നത്. കുളത്തുണ്ടോ? അവിടെ എന്തോ ഒരു വലിവ് നടക്കുന്നുണ്ട് അല്ലേ സലൂട്ടാ? ഒഴിക്കാ അല്ല മീൻ കൊണ്ടുപോകല്ല. ക്യാ ബാസു ക്യാ പ്രോബ്ലം മച്ചിനയ്യേ എന്താ ബാസു? ഇതൊക്കെ വലിയ ആളൊക്കെ അടിയിലാണ് പോയതാണ്. ക്യാ വേണം പോലേക്കാ മച്ചിനെ ജാസ്തി പാനിയേ ഭയം ഉണ്ടാ ഭായി പോലോ മച്ചിനയ്യേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ ചെറുക്കന്മാർ വന്നിട്ടുണ്ട്, മീനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരത്തെ പോകുന്നു കേട്ടോ. ഞാനെന്താ നേരത്തെ പോകുന്നത് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകണ്ട്. അപ്പോൾ നമ്മൾ ഭായിയാൾ വേറെ സ്ഥലത്തും പാടെ പോട്ടെ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു. അപ്പോൾ ഒരു വേറെ സൈറ്റിലും പോയി, അപ്പോൾ അവിടെയും മച്ചില്ല. അതാണ് നമ്മളെ ലക്കി ഭായ് കൈസേ ഒക്കെ പുതിയ ആത്മീയ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണം ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തോലാണെന്നുണ്ടെങ്കിൽ അതായിട്ട് കണ്ടോലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കമോ ബോലോ ഹിന്ദി ബോലേഗാ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ബോലോ सब्सक्राइब राइट सब करेगा कमेंट भी करेगा अच्छा आदमी है. അപ്പോൾ എന്താ നമ്മൾ തൊള്ളയിൽ മുട്ടായി കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും കരുതണ്ട. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.